നമസ്കാരം, ഷാനിബാണ്. അപ്പോൾ ഒരു പുതിയ പ്രൊജക്റ്റിൻ്റെ ലൊക്കേഷനാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ എന്താ പറയുക, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ടെക്നീഷ്യന്മാരെ കൂടെ ഉള്ള ഒരു വർക്കാണ്. അപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയാനെന്താ വെച്ചാൽ, ഈ വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഷോർട്ട് ഫിലിമാണ്. അതിലുപരി നല്ലൊരു ക്യാരക്ടറുമായിട്ട് എൻ്റെ സ്വാമിനാഥൻ, നമ്മുടെ ഉസ്താദിന് ശേഷം സ്വാമിനാഥൻ എൻ്റെ ക്യാരക്ടർ ചെയ്യുകയാണ്. ഇതാണ് സ്വാമിനാഥൻ്റെ ക്യാരക്ടർ, മാണിക്യൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. ഉസ്താദ് എന്ന് പറയുന്ന വർക്കിന് ഒരുപാട് വിവാദങ്ങളും ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊരു മറുപടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും എന്തായാലും നെന്മാറയിൽ നിന്നും നമ്മുടെ നാട്ടിലൊക്കെ എത്തി ഇത്രയും മാപ്പിള ആൽബം ഇൻഡസ്ട്രിയെ കയ്യിലെടുത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വർക്കാണ് അടുത്ത മാണിക്യൻ എന്ന കഥാപാത്രം ഓറഞ്ച് മീഡിയയിലൂടെ എത്രയും പെട്ടെന്ന് റിലീസ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ RR ചെയ്യുന്നത് നമ്മുടെ നിഖിൽ പ്രഭയാണ്, നമ്മളെ ഫിലിം മേക്കായിട്ടുള്ള RR ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു കഥാപാത്രമാണ്. എന്താണ് സാർ, നമ്മളെ മാണിക്യൻ എന്ന ഷോർട്ട് ഫിലിം വ്യത്യസ്തമായ കഥയിലൂടെ ഷാനിഫ് കൈലു ഡയറക്ഷൻ ചെയ്യുന്ന മാണിക്യൻ നിങ്ങളെല്ലാവരെയും കുട്ടിക്കരയിപ്പിക്കാൻ ഉള്ള ഒരു കഥയും സബ്ജക്റ്റുമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അത് കാരണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാണണം. ഓക്കെ. അപ്പോൾ ഉസ്താദിനെ വിജയിപ്പിച്ച പോലെ മാണിക്യനെ വിജയിപ്പിക്കുക. ഉസ്താദിൻ്റെ വേറൊരു റേഞ്ചാണ് മാണിക്യൻ. അപ്പോൾ 2 കഥാപാത്രങ്ങളുമായിട്ട് വരികയാണ്. അതുപോലെ ഷിഹാബ് നമ്മുടെ ഒരു ക്യാരക്ടർ, പിന്നെ നമ്മുടെ ക്യാമറ നമ്മുടെ നിഷാദ് ക്രിസ്റ്റലാണ്. സ്ഥിരം നമ്മുടെ നിങ്ങൾക്കറിയാം, എല്ലാ ലൈവിലും ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ദെൻ നമ്മളെ ക്രൂ ഒന്നുകൊണ്ട് വരും എല്ലാവരും. നമ്മുടെ ഷാഫി, ദിസ് മൈ അസിസ്റ്റൻറ്റ് ആൻഡ് ക്യാമറ അസിസ്റ്റൻറ്റ് നമ്മുടെ ദിസ് സൈഡ്. പിന്നെ ഇതിൽ വേറെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഉസ്താദ് എന്ന് പറയുന്ന വർക്കിൽ ഒരു ക്യാരക്ടർ ചെയ്ത നമ്മുടെ ലെനമോൾ, യെസ് ലെന. അത്യാവശ്യം ഒരുപാട് ഫിലിമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ ഒരു അഭിനയ മികവ് നമ്മുടെ ഈ മാണിക്യനുണ്ട്. അപ്പോൾ മാണിക്യനെല്ലാവരും മാണിക്യനെ കുറിച്ചിട്ട് സൗണ്ടില്ല, എല്ലാവരും കാണണം. ഓക്കെ. ദെൻ ഇതിലെ ഒരു അമ്മ ക്യാരക്ടറാണ് നമ്മുടെ ചേച്ചി ചെയ്തിരിക്കുന്നത്. ചേച്ചി ചെയ്ത ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ശേഷം നല്ലൊരു ക്യാരക്ടറാണ്. എന്നാലും ചേച്ചി മാണിക്യനെ കുറിച്ച് എല്ലാവരും കാണണം, നല്ലൊരു വർക്കാണ്. ഓക്കെ ഓക്കെ. ബാമോളെ ആർട്ടിസ്റ്റ് കമാ, നമ്മുടെ രമേശിൻ്റെ മകളാണ് ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു നല്ലൊരു ക്രൂ ആണ് എല്ലാവരും. അപ്പോൾ എല്ലാവരും ഇവിടെ നമ്മളെ പാക്കപ്പ് ടൈമാണ്. അപ്പോൾ പറഞ്ഞ പോലെ സ്വാമിനാഥൻ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ വരുന്ന മാണിക്യൻ തിരക്കഥ സംഭാഷണം ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വാമിനാഥൻ തന്നെയാണ്. അപ്പോൾ റിലീസിങ് നമ്മുടെ ഓറഞ്ച് മീഡിയയിലൂടെ വരുന്നു. ക്യാമറ നിഷാദ് ക്രിസ്റ്റൽ, മേക്കപ്പ് നമ്മുടെ സുബ്രിക്ക. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്കറിയാം. എൻ്റെ ഒരുപാട് ക്യാരക്ടർ ചേഞ്ച് തന്ന ഒരു മേക്കപ്പ് മാനാണ്. നാഷണൽ അവാർഡിൻ്റെ ജേതാവും കൂടിയിട്ടാണ് മൂപ്പാള്. ഈ അടുത്ത കാലത്ത് ഒരു നാഷണൽ അവാർഡ് കിട്ടി. അദ്ദേഹത്തിന് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ കരങ്ങളാണ് ഈ ഇരിക്കുന്ന സ്വാമിനാഥൻ ഇങ്ങനെ ആക്കിയത്. അതിലുപരി നമ്മുടെ ഒരുപാട് അതിൻ്റെ താടി ഇതുണ്ട് നിരക്കാൻ കാരണം. അപ്പോൾ എന്തായാലും പിന്നെ ക്രൂ നിഷാദ് ക്രിസ്റ്റൽ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും മാണിക്യൻ എന്ന് പറയുന്ന കഥാപാത്രം കാണുക, വിജയിപ്പിക്കുക, ഉഷാറാക്കി തരിക. എല്ലാ സപ്പോർട്ടും നമ്മുടെ സ്വാമിനാഥന് കൊടുക്കുക. ഓറഞ്ച് മീഡിയയിലൂടെ നെക്സ്റ്റ് വീക്കാണ് റിലീസ്. എല്ലാവരും കാണാം. ഓക്കെ, നന്ദി, നമസ്കാരം, ബൈ.